ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് അതുപോലെ കമൻറ്റിലും മെയിലൊക്കെ അയച്ചാണെങ്കിൽ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, ചേച്ചി ഇവിടെ നേഴ്സായിട്ട് വന്നിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ എക്സാം കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം ഞാൻ ഇനിയും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ജോലിയും തിരക്കിനിടയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ ജർമ്മനിയിൽ മറ്റു രാജ്യത്തു നിന്ന് വരുന്നവർക്ക് നടത്തുന്ന 2 എക്സാമാണ്. നേഴ്സുമാരായിട്ട് വരുന്നവർക്ക് 2 എക്സാമാണുള്ളത്. ഒന്ന് അൻപാസും ലേർഗാങ്ങും, ഒന്ന് കെൻഡിനിസെ പ്രൂഫും. പക്ഷെ വരുന്നവരെല്ലാവരും ഈ 2 എക്സാം എഴുതേണ്ട കാര്യമില്ല. ഇതിലേതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. ചിലവർക്ക് 2 ഓപ്ഷൻ കാണും. ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ചില ആളുകൾക്ക് ഇന്ന എക്സാം നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഏത് എക്സാം ആണോ അത് എഴുതുക. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കെൻഡിനിസെ പ്രൂഫിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. കെൻഡിനിസെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കെൻഡിനിസെ പ്രൂഫും കിട്ടിയവർക്ക് നമുക്ക് ജോലി കിട്ടുന്ന സ്ഥലം എന്ന് ഏതെങ്കിലും അംഗീകാരമുള്ള നേഴ്സിംഗ് കോളേജ്, നേഴ്സിംഗ് സ്കൂളുകളുള്ള ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ സാധാരണ സ്കൂളുകളിലല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും നമുക്ക് ജോലി ഈ പ്രാക്ടിക്കൽ ഇതിൻ്റെ കോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള സ്കൂളുകളിൽ മാത്രമാണ് കെൻഡിനിസെ പ്രൂഫിംഗ് എഴുതാനായിട്ടുള്ളവർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം കെൻഡിനിസെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഒന്ന് പ്രാക്ടിക്കലും ഒന്ന് സ്പീക്കിങ്ങുമായിട്ട്, അതായത് മ്യൂണ്ട്ലിഹെ പ്രൂഫിങ്ങും പ്രാക്ടീഷ്യ പ്രൂഫിങ്ങും ആയിട്ടാണ്. പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയാണ്, പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് വേണമല്ലോ നമ്മൾ അവരുടെ മുമ്പ് വെച്ചായിരിക്കും ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്നെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ എക്സാമിനർ നമ്മളൊരു റൂമിൽ പോയിരുന്നിട്ട് എക്സാമിനർ ആയിരിക്കും ചിലപ്പം പേഷ്യൻ്റ് ആകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡമ്മി ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾക്കൊരു ഇവിടുത്തെ എക്സാമിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കെൻഡിനിസെ പ്രൂഫിങ്ങിന് നമ്മളൊരു കെയർ പ്ലാൻ എഴുതണം. നാട്ടിലൊക്കെ നമ്മൾ എഴുതുമല്ലോ എക്സാമിന് എന്ന് പറഞ്ഞ പോലെ കെയർ പ്ലാൻ മസ്റ്റായിട്ട് എഴുതണം. അപ്പം നമുക്ക് ചിലപ്പം കുറച്ച് കണ്ടീഷനും കാര്യങ്ങളും നമ്മൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ മെയിൻ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വെച്ച് കുറച്ച് ടോപ്പിക്കുകളൊക്കെ നേരത്തെ തന്നിട്ടുണ്ടാവും. ഒരു 10-15 തരാം. അതിലേതെങ്കിലും ആയിരിക്കും നമുക്ക് ചിലപ്പോൾ എക്സാമിന് വരുന്നത്. അവിടെയുള്ള പേഷ്യൻറ്റിനെ വെച്ച് അതിലേതെങ്കിലും ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പം നമ്മളൊരു റൂമിൽ പോയിരുന്നതിന് ശേഷം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സാമിനർ തന്നെയായിരിക്കും പേഷ്യൻ്റ് ആകുന്നത്. അപ്പം ഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഇതില്ലേ ഷുഗർ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുക. പിന്നെ അവർ ചോദിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എല്ലാം നമ്മൾ ആൻസർ പറയുക, അങ്ങനെയാണ് ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. പിന്നെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കുക, നമ്മൾ ആൻസർ പറയുക. അതായത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കേസ് സ്റ്റഡിയെ അനുബന്ധിച്ചായിരിക്കും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. പിന്നെ ഈ കെൻഡിനിസെ പ്രൂഫിംഗ് എന്ന് പറയുന്നത് പൊതുവെ ഇവിടെ ഇച്ചിരി പാടുള്ളതാണ് കേട്ടോ. മറ്റേ അൻപാസിങ്ങിനെ വെച്ച് കെൻഡിനിസെ പ്രൂഫിംഗ് ഇച്ചിരി പാടാണ്. കെൻഡിനിസെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നോളജ് ടെസ്റ്റാണ്, ഒരു നോളജ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലല്ലേ. കെയർ പ്ലാനൊക്കെ എഴുതുമ്പോൾ കുറച്ച് പാടാണല്ലോ. നാട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ളൂ, നമുക്കറിയാം. അത് ജർമ്മൻ തന്നെ എഴുതുകയും ചെയ്യണമല്ലോ. അതൊക്കെ എഴുതി ഒപ്പിക്കണമെങ്കിൽ നല്ല ലാംഗ്വേജ് ഒക്കെ വേണം. പക്ഷേ അത് കഴിയുമ്പോൾ ഈ 2 എക്സാം എന്ന് പറഞ്ഞാൽ 2 സെക്ഷന് പാസ്സാകണം കേട്ടോ. സ്പീക്കിങ്ങും പാസ്സാകണം, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും പാസ്സായാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇത് 2 എക്സാമും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഉറുഗുണ്ട കിട്ടുന്നു. ഉറുഗുണ്ട കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെൻഡിനിസെ പ്രൂഫിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പ്രൈവറ്റായിട്ട് നമുക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് നമ്മൾ നമ്മുടെ ഈ അനാർക്കുനിങ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് താമസമുണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ ഇപ്പോൾ 6 മാസത്തിനുള്ളിലൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ അന്നേരം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇതിന് പഠിക്കും കേട്ടോ. പിന്നെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതൊക്കെ അറിയാമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ എളുപ്പമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. കാരണം നമ്മൾ അവിടെ ജോലി ചെയ്യുവാണല്ലോ എല്ലാ വാർഡിലും. പല കോമൺ ആയിട്ടുള്ള നമ്മൾ ഗൈനക്കോളജി അങ്ങനെ സൈക്കാട്രിയിലൊക്കെ ഇടും കേട്ടോ. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരെ ഗൈനക്കോളജി, സൈക്കാട്രി, മെഡിക്കൽ വാർഡ് അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് വാർഡിലൊക്കെ ഇവരെ എല്ലാ വാർഡിലും ഇടും. അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ ഹാൻഡ് ഓവറും മേടിക്കുന്നതൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ എന്നും കേട്ടും കണ്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ജോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അവരെന്നാണ് പറയുന്നതെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഇവിടെ വന്നിങ്ങനെ എക്സാം എഴുതി ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇച്ചിരി സ്ട്രഗിളാണ്. എന്നാൽ പോലും അതിനൊരു ഗുണമുണ്ടെങ്കിൽ ഒരു ദോഷമുണ്ട്. അങ്ങനെ
പിന്നെ നമ്മളുണ്ടല്ലോ ഇതിന് 2 ചാൻസ് ആയി കണ്ടൻസി പ്രൂഫിങ്ങിനുള്ള. ഇപ്പോൾ ഒരു ചാൻസ് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതൊരു ചാൻസും കൂടി ഉണ്ട്. പക്ഷേ ആ രണ്ടാമത്തെ ചാൻസിൽ നമ്മൾ പാസ്സായിരിക്കണം. ഇപ്പം എൻ്റെ കേട്ടറിവ് വെച്ച് ഈ 2 എക്സാം ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പാസ്സായില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചില ആളുകൾ പറയുന്നു വേറെ സ്റ്റേറ്റിൽ പോയി നമുക്ക് എഴുതാം. പക്ഷേ കണ്ടിന്യൂസ് പ്രൂഫിങ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ്. ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.